ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനത്തിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കാണാത്ത കൂട്ടുകാർ അല്ലെങ്കിൽ ഒന്ന് കാണുക. നമ്മുടെ പരിസര പഠനത്തിന്റെ ഫുൾ ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന ഫുൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ലിങ്ക് നമ്മുടെ പരിസര പഠനത്തിന്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് ഒരുപാട് യൂസ് ആവും, ഒരുപാട് ഹെൽപ്പ് ആവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആകെ ഉള്ളത് 5 ആക്ടിവിറ്റീസ് ആണുള്ളത് അല്ലേ, 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത്, എക്സാമിനുള്ള സമയം പറയുന്നത് 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ 5 പ്രവർത്തനങ്ങൾക്കും ഉപപ്രവർത്തനങ്ങളുണ്ട്. ആ ഉപപ്രവർത്തനങ്ങൾക്കും ആൻസർ എഴുതണം. അതേപോലെ 2ാമത്തെയും 4ാമത്തെയും ചോദ്യങ്ങൾക്ക് ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് എ ബി എന്നിവിടെ 2 ഭാഗം ഉണ്ടാവും. അല്ലെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ എഴുതിയാൽ മതി കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, സസ്യങ്ങളും ഭാഗങ്ങളും. എ ചോദ്യം: മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയത്തിൽ തിരികെ എത്തിയ കൂട്ടുകാർ ജൈവ വൈവിധ്യ ഉദ്യാനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ധാരാളം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിരിക്കുന്നു. പയർ, ചെമ്പരത്തി, മാവ്, ഇലമുളച്ചി, കറിവേപ്പ്, മുല്ല, കടപ്ലാവ്, തെങ്ങ്, റോസ തുടങ്ങിയ സസ്യങ്ങളാണ് മുളച്ചു വന്നത്. ഏത് ഭാഗത്ത് നിന്നായിരിക്കാം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിട്ടുണ്ടാവുക? പട്ടികപ്പെടുത്തു. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് നോട്ട് ചെയ്യുക, ഏതൊക്കെ ചെടികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അതായത് ഏതൊക്കെ ചെടികളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതായത് ഏതൊക്കെ സസ്യങ്ങളാണ് പറയണത്? പയറ്, ചെമ്പരത്തി, മാവ്, ഇലമുളച്ചി, കറിവേപ്പ്, മുല്ല, കടപ്ലാവ്, തെങ്ങ്, റോസ. ഓക്കെ, ഇനി അതിനെയാണ് പട്ടികപ്പെടുത്തേണ്ടത്. അതായത് ഈ ചെടികൾ എവിടെ നിന്നാണ്, അതിന് ഏത് ഭാഗം നടുമ്പോഴാണ് പുതിയ ചെടി മുളച്ചു വരിക, അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ തെങ്ങാണെങ്കിൽ തെങ്ങിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയത് ഇവിടെ വേര് കണ്ടോ. അതുപോലെ തണ്ടിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ചു വരുന്നത് ഉണ്ടാവും. ഇലയിൽ നിന്ന്, ഇപ്പൊ ഇലമുളച്ചി ആണെങ്കിലോ അതിന് ഇലയാണ് ഇവിടെ നടന്നത്, അപ്പൊ ഇല എന്നാണ് എഴുതേണ്ടത് അല്ലെ. അതുപോലെ തണ്ടായിരിക്കാം, ഇലയായിരിക്കാം, പഴമായിരിക്കാം. അപ്പൊ ഏത് ഭാഗം നടുമ്പോഴാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്, അതിൽ ഏതൊക്കെ ചെടികളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഏതൊക്കെ ചെടികളാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പട്ടികപ്പെടുത്തേണ്ടത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് പ്രവർത്തനം. നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ് ആവും. അടുത്ത ബി ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയും തെറ്റും ഏതെന്ന് അടയാളപ്പെടുത്തുക. ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ക്രോസ് ചെയ്യുക കേട്ടോ. എല്ലാ വിത്തും മുളയ്ക്കാൻ എടുക്കുന്ന കാലയളവ് തുല്യമാണ്. ശരിയാണോ ഇത്? തെറ്റാണ് അല്ലെ. അടുത്തത്: വെളിച്ചമുള്ളിടത്ത് സസ്യങ്ങൾ നന്നായി വളരും. ശരിയാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഇലയാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. എല്ലാ സസ്യങ്ങളുടെയും വളർച്ച ഒരുപോലെ അല്ല. ശരിയാണ് അല്ലെ. അടുത്തത് സി ചോദ്യം: പയർ വിത്ത് മുളച്ചു വരുന്ന പരീക്ഷണം ചെയ്തു നോക്കുകയായിരുന്നു 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ. ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് മണലിൽ താഴ്ത്തി വെച്ചിരുന്ന പയർ വിത്ത് മുളച്ചു വന്നപ്പോൾ ആദ്യം കണ്ടത് എന്തായിരിക്കും? അതായത് പയർ വിത്ത് മുളച്ചു വരുന്ന പ്രവർത്തനമൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ചെയ്തു തന്നിട്ടുണ്ടാവും, നിങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പയർ വിത്ത് മുളച്ചു വരുമ്പോൾ അതിന് ആദ്യം ഏത് ഭാഗമാണ് പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അല്ലേ. ഇവിടെ നോക്കുക, അതിന് ഏത് ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത്, അതാണ് ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഉത്തരം ഏതാണോ അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ, പയർ വിത്തിൽ നിന്ന് ഇല വന്നു. ആദ്യം മുളച്ചു വന്നത് ഇലയാണെന്നാണ് ഒന്നാമത്തേൽ പറയുന്നത്. ശരിയാണോ ഇത്? അടുത്ത രണ്ടാമത്തെ ശരിയല്ല അല്ലെ. രണ്ടാമത്തെ, പയർ വിത്തിന് മുള വന്നു. 3ാമത്തെ, വിത്ത് മുളച്ച് കാണ്ഡം പുറത്തു വന്നു. കാണ്ഡം വെച്ച് എന്താ? തണ്ട് അല്ലെ. 4ാമത്തെ, വിത്തിൽ നിന്നും കായ ഉണ്ടായി. വിത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്താ ഉണ്ടാവുന്നത്? കായാണ് ഉണ്ടാവുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ. പയർ വിത്തിന് ആദ്യം എന്ത് വന്നു? മുള വന്നു അല്ലെ. അപ്പൊ അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 2. പ്രവർത്തനം 2ന് എയും ബിയും ഉണ്ട്. സോ ഏതാ നിങ്ങൾക്ക് ഉത്തരം അറിയുന്നത് അത് എഴുതിയാൽ മതി. അപ്പൊ 2ാമത്തെ എ. അപ്പൊ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2ന്റെയും എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എ ഭാഗവും ബി ഭാഗവും എഴുതി നോക്കുക. അപ്പൊ 2A, മഴ അളക്കാമാണ്. കരുളായി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ 4 ദിവസങ്ങളിലായി പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തിയ പട്ടിക താഴെ കൊടുക്കുന്നു. സ്ഥലം: ഭൂമിക്കുത്ത്, വലമ്പുറം, മരുതങ്ങാട്, മുല്ലപ്പള്ളി.
ദിവസങ്ങളാണ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എത്ര സെന്റിമീറ്റർ മഴ വന്നിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. എ ചോദ്യം പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. എ ചോദ്യം അതിൽ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെ. അപ്പൊ എന്താ ഏറ്റവും കൂടുതൽ 4 ദിവസത്തെയും കണക്കെടുക്കണം കേട്ടോ. അപ്പൊ ഭൂമി കുത്തുന്ന സ്ഥലത്ത് ഒന്നാം ദിവസം 5 സെന്റിമീറ്റർ, രണ്ടാം ദിവസം 4, മൂന്നാം ദിവസം 2 സെന്റിമീറ്റർ, മൊത്തം എത്ര സെന്റിമീറ്റർ മഴ പെയ്തു? 11 സെന്റിമീറ്റർ. വനംപുറം സ്ഥലത്താണെങ്കിലോ 3, 3, 3, 8, 10. അപ്പൊ എത്ര സെന്റിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തിരിക്കുന്നത്? 18, 21, 21, 3, 24 സെന്റിമീറ്റർ അല്ലെ. മരുതങ്ങാടാണെങ്കിൽ മരുതങ്ങാട് എത്രയാണ്? 19. മുല്ലപ്പള്ളിയിൽ എത്രയാ? 9, 17 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെയാണ്? മലപ്പുറത്ത്. അപ്പൊ അങ്ങനെ ടോട്ടൽ കണ്ടെത്തി കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വലിയ സംഖ്യ കിട്ടുന്നത്? ആ സ്ഥലത്തിന്റെ പേരാണ് എഴുതേണ്ടത്. അടുത്തത് മഴ ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെ? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് കിട്ടിയിരിക്കുന്നത്? ഭൂമിക്കുത്ത് അല്ലെ. അപ്പൊ അവിടെ ഭൂമിക്കുത്ത് എന്നുള്ള സ്ഥലം എഴുതണം. ജൂൺ 25 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെ? ഇവിടെ ഒരു ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. 25 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് എവിടെയാണ്? മരുതങ്ങാട്. അടുത്ത ബി ചോദ്യം ശരിയായ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, കാരണം ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നമ്മൾ ചോദ്യം വൃത്തിയായിട്ട് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം കിട്ടുന്ന 15 മിനിറ്റ് ചോദ്യം വൃത്തിയായിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ പല ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കണ്ടില്ലേ ഉത്തരങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അത് വൃത്തിയായിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് ബി ചോദ്യം ശരിയായ പ്രസ്താവന ഏത്? അതായത് ഇതിൽ ഏതാണ് ശരിയായിട്ട് പറയുന്നത്? 1 ഉണ്ട്, 2. ഈ രണ്ടും വായിച്ചു നോക്കിയിട്ട് ഏതാണോ ശരിയായിട്ടുള്ളത് അതാണ് എഴുതേണ്ടത്. 1 മഴ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് മഴമാപ്പിനി. അടുത്തത് 2 മഴമാപ്പിനിയിൽ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് എല്ലാ ദിവസവും തുല്യമായിരിക്കും. ഇതിൽ ഏതാണ് ശരി? 1 ആണ് ശരിയെങ്കിൽ 1 മാത്രം ശരിയാണെങ്കിൽ എ, 2 മാത്രം ശരിയാണെങ്കിൽ ബി, 1ഉം 2ഉം ശരിയാണെങ്കിൽ സി, 2ഉം ശരിയല്ല തെറ്റാണെങ്കിൽ ഡി. അപ്പൊ അതിൽ ഏതാണോ ആൻസർ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അതായത് ഇതിൽ എ ബി സി ഡി ഇതിൽ ഏതാണോ നിങ്ങൾ ശരി എന്ന് പറയുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ഇതാണ് കേട്ടോ ഈ മഴമാപ്പിനി എന്ന് പറയുന്നത്. മഴമാപ്പിനിയിലെ സ്കെയിലിൽ അക്കങ്ങൾ അടയാളപ്പെടുത്തുക. ഇവിടെ കാണുന്ന ഈ സ്കെയിലിൽ അക്കങ്ങൾ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഇനി ഈ 2 എ ചോദ്യമല്ല നിങ്ങൾ ചെയ്യുന്നത്, ബി ചോദ്യമാണെങ്കിൽ ഇതാണ് ബി ചോദ്യം. സഞ്ചാര രീതികൾ. എ ചോദ്യം ശരീരത്തിന്റെ സവിശേഷതകളെയും സഞ്ചാര രീതികളെയും കുറിച്ചുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുതിരയും താറാവും. അവരുന്നയിച്ചത് എന്തെല്ലാം ആയിരിക്കാം? ഇത് നമ്മൾ വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഒരു പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുതിരയുടെയും താറാവിന്റെയും സവിശേഷതകൾ, ശരീര സവിശേഷത, സഞ്ചാര രീതിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ കുതിരയ്ക്ക് എന്താ പറയുന്നത്? കുതിര പറയണത് എനിക്ക് ഓടാൻ കഴിയും പറയണം. അപ്പൊ താറാവ് പറയണം എനിക്ക് ചിറകുകളുണ്ട്. അപ്പൊ അങ്ങനെ കുതിരയുടെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് 2 എഴുതുക, താറാവിന്റെ 2 പ്രത്യേകത കൂടെ എഴുതുക. ബി ചോദ്യം വിവിധ ജീവികളുടെ ശരീരഭാഗങ്ങൾ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകൾ പോക്കറ്റ് ചാർട്ടിൽ നിക്ഷേപിച്ച് കളിക്കുകയാണ് കൂട്ടുകാർ. കാർഡുകളെ ശരിയായ പോക്കറ്റിലേക്ക് വരച്ചു യോജിപ്പിക്കാമോ? അപ്പൊ ഏതൊക്കെയാണ് പോക്കറ്റ്? മാംസാഹാരികൾ, സസ്യാഹാരി. എന്താ മാംസാഹാരി എന്താ സസ്യാഹാരി നിങ്ങൾക്ക് അറിയില്ലേ? മാംസം മാത്രം കഴിക്കുന്ന ജീവികളാണ് മാംസാഹാരികൾ, സസ്യം മാത്രം കഴിക്കുന്നവരാണ് സസ്യാഹാരികൾ. അപ്പൊ ഇവിടെ നോക്കൂ, പരുന്ത് എവിടേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? മാംസാഹാരിയാണ് അല്ലെ, തീർച്ചയായിട്ടും. അതേപോലെ ഇവിടെ ഓരോ ജീവികളിൽ ഓരോ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രശലഭത്തിന്റെ ജീവിതചക്രം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ തന്നെ ആ ചോദ്യം വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷെ നമുക്ക് ചിത്രശലഭത്തിന്റെ ജീവിതചക്രം എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഏതാണ് അടുത്ത ഏതാണ് നമുക്ക് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കൂ, ഏതാണല്ലോ ശരി? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മുട്ടയിൽ നിന്ന് പ്യൂപ്പ വന്നു, പ്യൂപ്പയിൽ നിന്ന് ചിത്രശലഭം, ചിത്രശലഭത്തിൽ നിന്ന് ലാർവ. ശരിയാണോ? അല്ല. മുട്ടയിൽ നിന്ന് ലാർവയിൽ നിന്ന് പ്യൂപ്പയിൽ നിന്ന് ചിത്രശലഭം. ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അടുത്ത പ്രവർത്തനം 3 ജീവികൾ പലതരം. വിവിധ ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം നിർമ്മിക്കുന്നതാണ് ബിനുവും കൂട്ടുകാരും. വീട്ടിൽ വളർത്തുന്ന ജീവികളെ വട്ടത്തിലാക്കൂ, പേരെഴുതി തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ അവരെ സഹായിക്കൂ. ഇതിൽ ഈ കാണുന്ന ജീവികളിൽ വീട്ടിൽ വളർത്തുന്ന ജീവികളെയാണ് വട്ടം വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് പേരെഴുതിയിട്ട് തരംതിരിക്കാനാണ് പറയുന്നത്. വീട്ടിൽ വളർത്തുന്ന ജീവികൾ, ആദ്യം നിങ്ങൾ വട്ടം വരയ്ക്കണം. ഈ തന്നിട്ടുള്ള ഈ ജീവികളിൽ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. എന്നിട്ട് വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഇവിടെ എഴുതുക, വീട്ടിൽ വളർത്തുന്നതല്ലാത്ത ജീവികളുടെ പേര് ഇവിടെ എഴുതുക. ബി ചോദ്യം നമുക്ക് ചുറ്റും ധാരാളം ജീവികൾ ഉണ്ടല്ലോ, അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ താഴെ
കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം ഏതായിരിക്കും? ടിക്ക് ഇടുക, എഴുതി ചേർക്കുകയോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പല്ലി, പശു, കോഴി, ഉറുമ്പ്. ഇതിലെ ചെറുതിൽ നിന്ന് വലുതെന്ന രീതിയിൽ എഴുതണം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ആരാ? പല്ലി അല്ലേ? ഒന്നാണ് ഫസ്റ്റ് വരിക. പല്ലിയാണോ ഉറുമ്പാണോ ഏറ്റവും ചെറുത്? ഉറുമ്പ് അല്ലെ? നാലാമതാണ് ഫസ്റ്റ് വരുന്നത്. ഉറുമ്പ് കഴിഞ്ഞാൽ അടുത്തതാണ് ആര് വരുന്നത്? പല്ലി വരുന്നത്. അത് കഴിഞ്ഞാൽ ആര് വരും? കോഴി വരും. കോഴി കഴിഞ്ഞാലാണ് ആര് വരുന്നത്? പശു വരുന്നത് അല്ലെ? അപ്പൊ ഏതാ ഉത്തരം ശരി? ഡി ആണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ എഴുതിയും കൂടെ ചേർക്കുക. അതായത് ഉറുമ്പ്, പല്ലി, കോഴി, പശു. ഇനി സി ചോദ്യം, മണ്ണിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് എഴുതുക. മണ്ണിൽ കാണുന്ന ഒരുപാട് ജീവി നമ്മൾ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ജീവി, മണ്ണിൽ കാണുന്ന ഒരു ജീവിയുടെ പേര് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് പ്രവർത്തനം 4 എ ചോദ്യമാണ്. വിവിധ ഭാഗങ്ങൾ എന്തിന്? അതായത് വിവിധ ഭാഗങ്ങൾ എന്തിനാണ് ചോദ്യം. രണ്ട് കുട്ടികൾ അവിടെ സംസാരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി എന്ത് പറയുന്നു? സസ്യങ്ങളുടെ വേരുകൾ നമ്മൾ കാണാറില്ലല്ലോ, പിന്നെ എന്തിനാണാവ? അപ്പൊ ആ കുട്ടി എന്താ പറയണത്? സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് വേരാണ്. എ ചോദ്യം, സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ധർമ്മം എഴുതുക. അതായത് ഇല മാർക്ക് ചെയ്തിട്ടുണ്ട്, തണ്ടും വേരുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇല, എന്തിനാണ് വേര്, എന്തിനാണ് തണ്ട്, എന്തിനാണ് വേര്? സസ്യങ്ങൾക്ക്. അതിന്റെ ധർമ്മമാണ് ഇവിടെ എഴുതേണ്ടത്. ബി ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതൂ. സസ്യങ്ങൾ എന്തിനാണ്, സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നാണ് എഴുതേണ്ടത്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച അതേ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ. സസ്യങ്ങളുടെ പ്രയോജനം എന്തൊക്കെയാ? ജീവികൾക്ക് തണൽ നൽകുന്നു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ 2 പോയിന്റും കൂടെ എഴുതി ചേർക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ 4ാമത്തെ ചോദ്യത്തിന് അല്ലെങ്കിൽ, അതായത് ഓർ ചോദ്യമുണ്ട്. 4B, ഇലകൾ, പൂക്കൾ. പൂക്കൾക്ക് നിറം നൽകുന്ന പ്രവർത്തനത്തിലാണ് കൂട്ടുകാർ. ഉചിതമായ നിറം നൽകുന്നതിന് നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ? അപ്പൊ കറക്റ്റ് ആയിട്ട് നിറമാണ് കൊടുക്കേണ്ടത്. അപ്പൊ തോന്നുന്ന നിറമൊന്നും എടുത്ത് കൊടുക്കരുത് കേട്ടോ. അതായത് എന്താണ്, താമരയ്ക്ക് പോയിട്ട്, ഇതിന്റെ താമരയാണ്, താമരയ്ക്ക് പോയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഏത് കളർ കൊടുക്കും? ചിലപ്പോൾ നീല കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ താമര ആവില്ല അല്ലെ? ഉചിതമായ നിറമാണ് കൊടുക്കേണ്ടത് കേട്ടോ. നീലത്താമര എന്ന് പറയും. ഇപ്പൊ നീലയല്ല നിങ്ങൾ കൊടുത്തിട്ട് പച്ച കളറാണ് കൊടുക്കണതെങ്കിലോ, നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന താമരപ്പൂവിന് കാണുന്ന നിറമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ റോസ് പൂ, ചെമ്പരത്തി പൂ, പിന്നെ എന്താ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിന് കൊണ്ടുപോയിട്ട് ചുവപ്പ് കളർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് മുല്ലപ്പൂവാവോ? ഇല്ല അല്ലെ? അപ്പൊ പൂക്കൾ തമ്മിൽ ഏതെല്ലാം തരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എഴുതൂ. അതായത് പൂക്കൾ എല്ലാ പൂക്കളും കാണാൻ ഒരുപോലെയാണോ? അല്ല. അപ്പൊ അത് പൂക്കൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് പൂക്കൾ പരസ്പരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണ്? ഒറ്റയായും കുലയായും ഉണ്ടാവും. അത് നിറത്തിൽ വ്യത്യസ്തമായിരിക്കും, അതുപോലെ രൂപത്തിൽ വ്യത്യസ്തമായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ബി ചോദ്യം, ചിത്രങ്ങൾ നോക്കൂ. 1, 2, 3, 4 വിവിധ തരത്തിലുള്ള ഇലകളാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ചിത്രങ്ങൾ നോക്കാനാണ് പറയുന്നത്. ചിത്രത്തിന്റെ പേര് എഴുതേണ്ടത്. ചിത്രങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത് അല്ലെ? ബാക്കി ചോദ്യം ഇവിടെ ഇല്ല. സി ചോദ്യം, അപ്പൊ ഇവിടെ എന്താ ചിത്രത്തിലുള്ളതെന്ന് വെച്ചാൽ ഇലകളാണ്. 4 തരത്തിലുള്ള ഇലകളാണ്. ഇലകളുടെ സവിശേഷതയായിരിക്കും ഇവിടെ എഴുതാൻ പറയുക കേട്ടോ. എങ്ങനെയാണ് ഇലകൾ, ഇവിടെ പൂക്കൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഇലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഈ 1, 2, 3, 4 ഇലകൾ കണ്ടില്ലേ? ഈ ഇലകളുടെ പേര് എഴുതാനായിരിക്കും. അടുത്ത സി ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തൂ. എ, 1ഉം 3ഉം പൂക്കുന്ന സസ്യങ്ങളാണ്. അതായത് ബി ചോദ്യം അല്ല, അത് ഈ കാണുന്ന ചിത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഈ 1ഉം ഈ 3ഉം പൂക്കുന്ന സസ്യങ്ങളാണ്. അടുത്തത് 2ഉം 3ഉം പൂക്കാത്ത സസ്യങ്ങളാണ്. 1ഉം 4ഉം പൂക്കുന്ന സസ്യങ്ങളാണ്. 2ഉം 4ഉം പൂക്കുന്ന സസ്യങ്ങളാണ്. ഇത് ഏതാണ് ശരി അതാണ് ഇവിടെ എഴുതേണ്ടത് നമ്മൾ സി ചോദ്യത്തില്. അടുത്ത പ്രവർത്തനം 5, ശാരീരിക സവിശേഷതകൾ. ചില ജീവികളുടെ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ജീവി ഏതെന്ന് എഴുതുക. ജീവി ഏതാണെന്നാണ് എഴുതേണ്ടത്. ജീവികളുടെ ശരീരഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ട് ആ ജീവിന്റെ പേര് എഴുതുക. ബി ചോദ്യം, ചേർത്ത് വരയ്ക്കാമോ? കടൽ കുതിര, കടൽ വെള്ളരി, കടൽ മുള്ളൻ പന്നി, നീലത്തിമിംഗലം. അതിന്റെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ട് ശരിയായിട്ടുള്ളത് എന്ത് ചെയ്യുക? വരച്ച് ചേർക്കുക. ഏതൊക്കെ? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ഏതാ? നീലത്തിമിംഗലം. അപ്പൊ നീലത്തിമിംഗലത്തേക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക? വരച്ച് ചേർക്കുക. അയ്യോ, കടൽ വെള്ളരി അല്ല കേട്ടോ. അത് കടൽ വെള്ളരി അല്ല, നമ്മുടെ നീലത്തിമിംഗലാണ്. ഇങ്ങനെയാണ് വരച്ച് ചേർത്തത് കേട്ടോ. അടുത്തത്, പന്താകൃതിയിൽ ശരീരമാസകലം മുള്ളുകളുള്ള കടൽ ജീവി ഏതാ? കടൽ മുള്ളൻ പന്നി. വെള്ളരിയുടെ ആകൃതിയിലുള്ള കടൽ ജീവി ഏതാ? കടൽ വെള്ളരി. അടുത്തത്, കുതിരയുടേത് പോലുള്ള തലയുള്ള കടൽ ജീവി കടൽ കുതിര. സി ചോദ്യം, സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി ടിക്കുക. പശു, പൂച്ച, തവള, കടുവ. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ഏത് നമുക്ക് പറയാൻ പറ്റും? ഒറ്റയാൻ ഇതിൽ ആരാ? തവള അല്ലെ? തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും അല്ലെ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.